എടാ ന്യൂട്രലിട്ട് പോണേ മണ്ടത്തരം. ഫസ്റ്റ് ഗിയറിലിട്ട് പൊക്കോ. വണ്ടി ഗിയറി കിടക്കട്ടെ. ഇത്രേ നമ്മളെ വണ്ടി ഓടിയത്തുള്ളൂ കേട്ടാ. ഒടിഞ്ഞ് വന്നാ മതിയായിരുന്നു. ഒരു സൈഡ് ടയറൊക്കെ ഏറില്ല ചേട്ടാ. എന്റെ ഒറ്റയടിക്ക് എനിക്ക് വളയ്ക്കാൻ പറ്റും നോക്കട്ടെ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും അഗൈൻ വെൽക്കം ബാക്ക് ടു സ്റ്റുവേർട്ട് ഗെയിമിംഗ് ഗൈസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഈ വണ്ടി ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗാരേജിൽ കൊണ്ടിട്ട വണ്ടിയാണ് ഗൈസ്. ഇവിടെ നിന്ന് ഇന്റീരിയർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ഥലത്ത് കൊണ്ടിട്ടതാണ്. ഇനി നമുക്ക് വീണ്ടും ഈ വണ്ടി റീപെയിന്റ് ചെയ്യാനുണ്ട് ഗൈസ്. ഇതിനെ നമ്മളൊരു സ്കൂൾ ബസ്സിന്റെ സെറ്റപ്പിലോട്ടാണ് ഗൈസ് മാറ്റാൻ പോകുന്നത്. ഒരു കിഡിലൻ സ്കൂൾ ബസ് ആയിട്ട് ഇറക്കാൻ പോവാണ്. എന്നിട്ട് നമ്മളൊരു കിഡിലൻ ട്രിപ്പ് എടുക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ ഈ വണ്ടിയിൽ ഒരു ഫസ്റ്റ് ട്രിപ്പ് എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ക്യൂട്ടി ബ്രോ നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടി ആദ്യം ഗാരേജ് കയറ്റാം. അവിടെ നിന്ന് കുറച്ച് കസ്റ്റമൈസേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ആദ്യം എന്തായാലും നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാട്ടോ. ഓ ഗൈസ്, എൻജിനൊക്കെ ഞാൻ പക്ക കണ്ടീഷനാക്കി എടുത്തിട്ടുണ്ട്. ഇനി വണ്ടിക്ക് വേറെ സീനും കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി പക്ക റണ്ണിങ് കണ്ടീഷൻ ആണ് കേട്ടോ. ഇനി വേറെ ഒരു പണി ഇനി ബാക്കി വെച്ചിട്ടില്ല. ഇനി ഇത് പെയിന്റ് അടിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ബോഡിയൊക്കെ നമ്മൾ അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. വണ്ടി ഫുൾ നീറ്റ് കണ്ടീഷനാണ്. പവർ കുറച്ച് കുറവാണ്. പഴയതിൻ്റെ അത്ര പവർ കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ ഗാരേജിൽ പോകുമ്പോഴത്തേക്ക് അതെല്ലാം സെറ്റാക്കി ഇറക്കുന്നതായിരിക്കും കേട്ടോ. നമ്മൾ എൻജിൻ കുറച്ച് ട്യൂൺ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഗൈസ്. ഇന്റീരിയർ കാണിച്ചു തരാം. ഇന്റീരിയറിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇന്റീരിയർ അന്നത്തെ സെയിം ആണ് കേട്ടോ ഗൈസ്. ഇന്റീരിയറിൽ വേറെ മാറ്റവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മൾ സ്റ്റിയറിംഗ് ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ. പഴയ ഒരു പണ്ടത്തെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വണ്ടി ഇന്റീരിയർ ഒന്നും ചേഞ്ച് ചെയ്യാത്ത. നമ്മൾ പുറമെ മൊത്തത്തിൽ മാറ്റും കേട്ടോ ഗൈസ്. ഈ വണ്ടി മൊത്തം വെച്ചാൽ വണ്ടിയുടെ ബോഡി ഫുൾ അങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഒരു സ്കൂൾ ബസിന്റെ സെറ്റപ്പിലോട്ടാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ ട്രിപ്പ് കൂടെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ ക്യൂട്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനും സെയിം ബസ് റീസ്റ്റോർ ചെയ്ത് കൊണ്ടുവരുവാണ് ഗൈസ്. ഇവിടെ കുറേ സ്ഥലത്ത് ഇതുപോലത്തെ ബസ്സുകൾ കിടപ്പുണ്ട്. അതിൽ നിന്നൊരു ബസ് എടുത്ത് അവനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി ഗാരേജ് കയറ്റാം. ലെറ്റ്സ് ഗോ. നമ്മൾ ഗാരേജ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതിന്റെ അപ്പർ സൈഡ് എന്തോ ആണെന്ന് തോന്നാം കേട്ടോ നമ്മൾ കൊണ്ടിടാണ്ടേ. എടാ നമ്മൾ അന്ന് കൊണ്ടിട്ട സാധനം താണ്ട മറിഞ്ഞു കിടക്കുന്നത്. ഇതാരും റിപ്പയർ ചെയ്തില്ല ഇവരെ. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ അങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത് നമുക്കിതിനെ നമ്മുടെ ഗാരേജിനകത്ത് കയറ്റാട്ടോ. ഇതിന്റെ അകത്താണ് ഗൈസ് ഇനി ബാക്കി പണിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ നമ്മുടെ വണ്ടി ഗാരേജ് കയറ്റിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പൊ നമുക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ട് കാണാട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ പൊളിഞ്ഞ മിലിറ്ററി ട്രക്കൊക്കെ ഇവിടെ റീസ്റ്റോർ ചെയ്ത് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടിയും വേറൊരു വണ്ടി ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് സ്കൂൾ പിള്ളേരെ കൊണ്ട് ഈ വണ്ടിയിൽ ട്രിപ്പ് പോകാൻ പോകണം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ കടൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പക്ക സ്കൂൾ ബസ്സാണ്. ഞാൻ നോർമൽ ടയേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അവനാണെങ്കിൽ മണ്ടൊക്കെ കയറാൻ വേണ്ടിയിട്ട് ചെയിൻഡ് ടയേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ ഇച്ചിരി സ്കിൽഫുൾ ആയിട്ടുള്ള ഡ്രൈവറാണ്. അവൻ എൻ്റെയൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് അവൻ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ടല്ല. നമുക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ വണ്ടി എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്യടാ. നീ സ്റ്റാർട്ട് ചെയ്താ? ശരി, ഓക്കെ. അളി ഇറങ്ങാം. ഫ്രണ്ടിൽ നോക്കുക. നിനക്ക് വഴി അറിയാല്ല. ലൈറ്റൊക്കെ കത്തിക്കടാ. നീ കാണാനോ വെച്ചിരിക്കണം ആ സാധനമൊക്കെ. സ്വിച്ച് എവിടെയാന്ന് അറിയില്ല. നിന്റെ വണ്ടി തന്നെടാ അത്. അത് നമ്മളത് സ്ക്രാപ്പിന് കിട്ടിയപ്പോ മേടിച്ചു. ഇതൊക്കെ എവിടെന്ന് അറിയില്ല. സത്യം ഗൈസ്. ഏത് പ്രിൻസിപ്പിളാന്ന് കേട്ടോ ഇവന് വണ്ടിയൊക്കെ കൊടുത്തു വിട്ടെ. നമ്മള് പിന്നെ ഇച്ചിരി എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ ആയതുകൊണ്ട് കത്തുന്നുണ്ട്. ആളിയെ വിട്ടോ. ഫ്രണ്ടിൽ നിട്ടോ. അതിന് ലൈറ്റ് കൊള്ളാം കേട്ടോ. തട്ടല്ലേടാ. നൈസാ. ഒരു രക്ഷയില്ലടാ. വഴി അറിയാലേ. വഴി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടുന്ന് റൈറ്റ് അല്ലേ? ഓ, എന്റെ വണ്ടിക്ക് സ്പീഡ് കുറവാണ്. അയ്യോ, ഓടിയില്ല. ലെറ്റ്സ് ഗോ. ഇവിടെ നിന്ന് റൈറ്റ് അല്ല. അവിടെ നിന്ന് റൈറ്റ് ഇല്ല. അപ്പുറത്ത് റൈറ്റ്. റിവേഴ്സ്. പോട്ടെ. ലെറ്റ്സ് ഗോ. ഇന്റീരിയർ കണ്ണാടി വൃത്തിയില്ലല്ലേ. ഒരുമാതിരി മൊത്തം പൊടി ഗൈസ്. ഈ ഓഫ് റോഡിൽ ഇവിടെ കടന്ന് ഓടിയാട്ടാ മൊത്തം കിളി പറഞ്ഞിരിക്കണേ ഇതിന്റെ ആഘോത്രം. ഓ എടാ പയ്യ ചേട്ടാ. ഇവിടെ നിന്ന് റൈറ്റ്. ഇവിടെ നിന്നാണ് റൈറ്റ്. ലെറ്റ്സ് ഗോ. സത്യം. ഓ എടാ ജസ്റ്റ് മിസ്സിന് തട്ടാതെ രക്ഷപ്പെട്ടു കേട്ടാ.
അത്യാവശ്യം കൊളുത്തി പോകുന്നുണ്ട്. നമ്മൾ പിള്ളേരെ കടല് കാണിക്കാൻ കൊണ്ടുപോവാണ് കൈ. പിള്ളേരിന്ന് പിടിച്ചിരുന്നോ കയറ്റം കാണാൻ. നമ്മൾ ഈ ട്രിപ്പ് കഴിയണതും പിള്ളേരെ അടുത്ത് വിളിക്കണം. ആ രീതിയിലുള്ള ട്രിപ്പാണ്. അടിച്ച് പൊളിക്കല്ലാണ് അത്രയും. ജെബിയിലൊന്നും വച്ചിട്ടില്ലടേ, സ്കൂൾ ബസ് ആയതുകൊണ്ട്. അല്ലെങ്കിൽ പാട്ടൊക്കെ ഇട്ട് പോകായിരുന്നു. ഇതിന് സ്പീഡില്ല. അവൻ മാത്രം എങ്ങനെയാടാ പൊത്തു പോണേ? എനിക്ക് അതുപോലെ പോകാൻ പറ്റുന്നില്ല. അവൻ എന്താ അവിടെ എന്താ ഒരു സൈഡ് വലിവ്? സൈഡ് വലിവ് നമ്മള് നോക്കിയതാ ബാക്കിൽ ആളുണ്ടോന്ന്. ഓ ഞാനുണ്ട് ഞാൻ ഇവിടെ തന്നെ. നീ എന്താ ഇങ്ങനെ? എടാ പിള്ളേരാണേ ആത്തിരിക്കണേ. ആ ബോധം വേണം. അയ്യോ ജസ്റ്റിസ് പിള്ളേര് എത്താനായിട്ടാ. അടുത്ത വർഷം നമുക്ക് സെയിം ഓട്ടം പിടിക്കാനുള്ളതാണ്. എവിടെയെങ്കിലും കൊണ്ടിരിച്ച് ഓട്ടം കിട്ടത്തില്ല ഉള്ള കാര്യം പറയാം. പിള്ളേരെ പിടിച്ച വർഷത്തിൽ ഒരിക്കലാണ് ഓട്ടം കിട്ടണേ. നീയായിട്ട് അതുമില്ല. ഓ അവിടെ ലെഫ്റ്റ്. നീയായിട്ട് അതില്ലാതാക്കി. ഇവിടെ ഏതൊരു വണ്ടി ഉണ്ട് പാർക്ക് കിട്ടണം. ഏത് വാഴയാന്തോ അത്. സത്യം ആടി വരുന്നുണ്ട് വണ്ടി. ലെറ്റ്സ് ഗോ. എടാ കേറുന്നില്ല അളിയാ. എന്റെ വണ്ടി പെട്ടിരിക്കുവാടാ. വലിക്കണ്ട. എങ്കിട്ട 4x4 ഇറുക്കടാ. വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ആരുടെയും സഹായം ഒന്നും വേണ്ട. നമ്മളിതാ കയറി വരുന്നുണ്ടോ? പിന്നല്ലാതെ നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മള് സ്കിൽഫുൾ ഡ്രൈവറാണ്, മനസ്സിലായോ? സത്യം 4x4 കളിയാ. ഇനി വേറെ സീനില്ല. ഇനി പിള്ളേരൊക്കെ ബാക്കി തന്നെ ഉണ്ടോ നോക്കട്ടെ. പിള്ളേര് ഛർദിക്കാൻ വരുന്നെന്ന് പറയുന്നത് എന്റെ വണ്ടിയിലുള്ള പിള്ളേര് കുലുങ്ങി. ഞാൻ ആരെങ്കിലും എറിഞ്ഞു കൊടുത്തല്ലാണ്. കേറ്. ഹോണൊക്കെ ഉണ്ടല്ലേ? പിന്നെ ഹോൺ ഏത് ബട്ടണാടാ? എനിക്കറിയില്ല. ആടാ എന്റെ കേൾക്കുന്നില്ല. മുകളിലുള്ള സാധനങ്ങൾക്ക് പിള്ളേർക്കുള്ള ഫുഡാട്ടാ കൈ. ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഇനി കുറെ ദൂരം ഉണ്ടാട്ടാ. ഇങ്ങോട്ട് കുറെ ദൂരമൊക്കെ ഓഫ് റോഡാണ്. നോക്കിപ്പോയില്ലെങ്കിൽ പണിയാവും. വണ്ടിയുടെ ഫ്രണ്ട് ഉണ്ടാടാ. കല്ല് എൻ്റെ അമ്മോ, മൊത്തം കല്ല്. പോട്ടെ. എന്തോ ആട്ടോടാ വണ്ടിക്ക്. വണ്ടിക്ക് വല്ലതും പറ്റിയ നല്ല കുലുക്കം. വണ്ടിക്കാണെങ്കിൽ ഗൈസ് നമുക്ക് ഒരുപാട് സ്ലോയിൽ പോകാൻ പറ്റത്തില്ല കേട്ടാ. കാരണം നമുക്ക് നൈറ്റ് ഓടാൻ പറ്റത്തില്ല. ഇവിടുത്തെ നിയമം അനുസരിച്ച്. അവന്റെ കയറിപ്പോട്ടെ. എനിക്ക് എന്റെ ഈ തേര് കയറുമെന്ന് എനിക്ക് അറിയത്തില്ല. നോക്കട്ടെ. ടീച്ചർമാരെ എന്നെ പേടിച്ചിരിക്കുക. കേറുന്നില്ലേ? എടാ ഞാൻ പയ്യെ വരത്തുള്ളൂ. എന്റെ വണ്ടി വലിക്കണില്ല. ചെറിയ സീനുണ്ട്. അല്ല ഒരു വണ്ടി കാണാനില്ലോ. അത്രേ ഉള്ളൂ. കേറിയാട്ടാ. പിന്നെ അല്ല നമ്മളെ വണ്ടി കേറി. കൈ എവ അങ്ങ് എത്തിയാട്ടാ. ഇല്ല ഞാൻ ഇവിടെ ബ്രേക്ക് പിടിച്ച് നിൽക്കാറില്ല. ഇവിടെ സൂക്ഷിച്ചോട്ടാ, അടിയിലിടിക്കും. ഇവിടെ പതുക്കെ പോരെ, പിള്ളേരൊക്കെ തെറിച്ച് മുന്നിലെത്തും. ഞാൻ പയ്യാറത്തുള്ളൂ. ഇതെന്റെ ഡ്രൈവിംഗ് സീറ്റിൽ പുറത്തും കിടപ്പുണ്ട്. ഓ ഗൈസ്, ഇവിടെ നോക്കി ഇറക്കിയില്ലെങ്കിൽ ആടാ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച്. ഒരു കൊച്ചിപ്പ എന്റെ കൂടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിപ്പുണ്ട്. ഇതൊന്ന് ചാടി കളിക്കണേ ഗൈസ്. വണ്ടി ഇത് മിക്കവാറും നമ്മൾ ഈ ഓട്ടം കഴിയുമ്പോഴത്തേക്കും വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ നല്ല പൈസ ആവും കേട്ടാ. വണ്ടി പിള്ളേർക്ക് കൊടുക്കണമല്ലോ. സത്യം, നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും.
ഗൈസ് ഇവിടെയാണ് കേട്ടോ നമ്മളെ വണ്ടി ആദ്യം കുടിയും കിടന്ന സ്ഥലം. ഇവിടെ നിന്ന് അടുത്താണ് നമ്മൾ റീസ്റ്റോർ ചെയ്തത്. ആ പിള്ളേർക്ക് കഥ പറഞ്ഞു കൊടുക്കാവേ. ആ ഇവിടെ നിന്നല്ല, ഇതിന്റെ അപ്പുറത്തിന്ന്. ഇവിടെ നിന്ന് റൈറ്റായിരുന്നോ? അതെ റൈറ്റ് 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 പൊക്കോ, റൈറ്റ് പൊക്കോ. ഒരുപാട് പേരല്ലേ ബാക്കിൽ ഞാനുണ്ട്. ആ റോഡ് ഫുള്ള് ചെളിയല്ല, വണ്ടി കൂട്ടി പോവാ. ലെറ്റ്സ് ഗോ. അത്യാവശ്യം സ്പീഡിൽ പോവാണ്. നീ എന്ത് സ്പീഡിലാണാ വണ്ടിക്കകത്തിരിക്കണേ? പിള്ളേരോട് പിടിച്ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പ്രശ്നമില്ല. വണ്ടിയുടെ ടയറൊക്കെ ഈ കയറ്റം നോക്കി, ചെറിയ കയറ്റമല്ല ഈ ഇതൊക്കെ ചെറുത് നിസ്സാരം. എടാ വണ്ടിയുടെ ഫ്രണ്ടൊക്കെ ചെറുതായിട്ട് ചളിങ്ങി കേട്ടാ. ഇത് വീണ്ടും കൊണ്ട് പണിക്ക് കയറ്റേണ്ടി വരും മിക്കവാറും. ഇല്ല ഇല്ല എന്റെ എന്തായാലും കയറണം. എന്റെ ഫ്രണ്ട് പോയി ഫ്രണ്ടിന്റെ ഒരു സൈഡ് പോയി. ഞാൻ മറിഞ്ഞെന്ന് തോന്നുന്നു കേട്ടാ, ഞാൻ മറിഞ്ഞെന്ന് തോന്നുന്നു. ഭാഗ്യം കേറി കേട്ടാ. ഇല്ല ഞാൻ കയറി, കുഴപ്പമില്ല ഞാൻ കയറി. ജീവൻ എന്റെ ഞാൻ നല്ലവനാ. കല്ല് കല്ലൊന്നൊരു വിഷയല്ല കൈ. ഇവിടെ ഫുള്ള് വെള്ളം കേട്ടാ. എവിടെ? എടാ ലെഫ്റ്റ് സൈഡ് കയറ്റി ഇറക്കാട്ടാ. കുടുങ്ങോ? ഇല്ല വേറെ കുടുങ്ങിയൊന്നുമില്ല. നീ മറിച്ചിടോ? ഇല്ല ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്ത വണ്ടിയാന്ന്. പിള്ളേര് തെറിച്ചു പോയാനെ. ഓ എടാ ഒരു സൈഡ് ചരിഞ്ഞ ചേട്ടാ. അത്യാവശ്യം വെള്ളത്തിലൊക്കെ നമുക്ക് ഇറക്കാം കേട്ടോ. ഇത് നമ്മളെ പാക്കേജിൽ പറഞ്ഞിട്ടുള്ളതാ, വാട്ടർ റൈഡ്. നല്ലതുപോലെ നമ്മൾ നല്ല റോഡിൽ കൂടെ കൊണ്ടുവരത്തുള്ളത്. അല്ലെങ്കിൽ ഇത് അഡ്വഞ്ചർ ട്രിപ്പ് ആട്ടാ, പാക്കേജിലുള്ളതാണ് കഴിച്ചു ഇതൊക്കെ. എക്സ്പീരിയൻസ് കിട്ടില്ല. നമ്മള് ഡിനോസറിനെയൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞാ കൊണ്ടുവന്ന്. അങ്ങോട്ട് പോകുമ്പോ കാണാൻ പറ്റും ചിലപ്പോ. ഇനിയാണ് വീഗാലാൻഡിലെ റൈഡ് കണ്ടോ. ഇനി അങ്ങ് വണ്ടി അങ്ങ് പോവും, ചറങ്ങി അങ്ങ് പോവും. ഞാൻ ന്യൂട്രലിട്ട് പോവാണ്. എടാ ന്യൂട്രലിട്ട് പോണേ മണ്ടത്തരം. ഫസ്റ്റ് ഗിയറിലിട്ട് പൊക്കോ. വണ്ടി കീറി കിടക്കട്ടെ. അയ്യോ ഇത് ഏതാ ഇറക്കം. പിള്ളേരെ സൈഡിലോട്ടുള്ള വ്യൂ നോക്കോ, നല്ല കിടിലം. ഈ വാട്ടർഫാളിൽ കുറച്ച് സ്റ്റോപ്പ് എടുക്കാം പിള്ളേര്. സത്യം അവിടെ ഇറക്കാം. ഓ ഗൈസ് വണ്ടി അടിപൊളിയായിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ഓ ഏതാ? ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ സ്പോട്ട് എത്തിയിട്ടുണ്ട്, വാട്ടർഫാള്. അയ്യോ എടാ ഞാനിവിടെ ഇടിച്ചിരിക്കോടാ. പ്രശ്നമായ ഇല്ല ഗൈസ് പേടിക്കണ്ട, ഇതൊക്കെ നമ്മളെ പാക്കേജിലുള്ളതാണ്. അടേ വലിക്ക്. ഇതെല്ലാം നമ്മളെ പാക്കേജിലുള്ള കേട്ടോ. എടാ വലിക്കടാ. എടാ വലിക്കണിയാ. നീ നിന്റെ അടുത്ത് ആറാ ചെയിൻ ഇടാൻ പറഞ്ഞത്? നീ ബാക്കിലോട്ട് വന്നിട്ട് ഒന്നുകൂടെ ഫ്രണ്ടിലോട്ട് വലിച്ചേ. നല്ല സ്പീഡിലൊരു വലിച്ചേ. പൊട്ടിച്ച്. എങ്ങനെ ഇരിക്കണേ? കുറച്ചു നേരം പിള്ളേരെ ഇറക്കി വിടാം കേട്ടോ, അതുവരെ വണ്ടി കയറട്ടെ. എടാ ഒറ്റ വലിയ വലിച്ചാ ഇടിക്കല്ലേ. നീ എന്തിരിക്കാൻ പോകുന്നു? ബാക്കിൽ നിന്ന് ഇരിക്കാൻ പോകുന്ന ഏതാ? കഴിവേറി എന്നാ കേട്ടോ അവൻ. വലിക്ക്. ഓ ഏതാടാ? ഏതാ കുട്ടി? വിട്ടോ. ഞാൻ ഈ സൈഡ് കയറ്റി ഇറക്കാം. ഇവിടെ ഇടിക്കും കേട്ടാ. ഞാൻ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒട്ടും ഇല്ലടാ, അതാണ് പ്രശ്നം. നിന്റെ വണ്ടിക്ക് പിന്നെയുണ്ട്, ഞാൻ ഹൈറ്റ് കൂട്ടിയിട്ടില്ല. കേറി മച്ചാൻ കേറി കേട്ടാ. എടാ നോക്കി ഇറക്കേ, നിന്റെ വണ്ടി ചറച്ചു വന്നാ. ഗൈസ് നമ്മുടെ ഒന്നാമത്തെ സ്പോട്ട് വാട്ടർഫാൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നയാഗ്ര വെള്ളച്ചാട്ടം. നയാഗ്ര കണ്ട അടി കൂടെ ഒക്കെ പോണണ്ട.
ഇവിടെ നിന്ന് പോവാല്ലേ? നേരെ കടലിലോട്ട് വേണോ ഉള്ള ചാട്ടല്ലേ? ആ ഇത് നേരെ കടലിലോട്ടാ പോണേ. ഇവിടെ നിന്ന് വിട്ടാലോ? ഇവിടെ നിന്ന് വിട്ടാലോ? എടാ റൈറ്റ് സൈഡ് കണ്ട ഗൈസ്? ഓക്കെയാണ് കണ്ടാ? ഞാൻ ഫ്രണ്ട് കയറാം. ആ നീ കയറി. റൈറ്റ് സൈഡ് കൊക്കെയാണ് കേട്ടാ. പിള്ളേരൊക്കെ ചാടിപ്പോയാ പോയല്ലേ. ഓ നമ്മളെ അടുത്ത സ്പോട്ട് ഏതാ? മറ്റേ ബംഗ്ലാവ് അല്ലേ? മറ്റേ റിസോർട്ട് അല്ലേ? നമ്മളെ അടുത്ത സ്പോട്ട് ആണോ? ആണ് അടുത്തൊരു റിസോർട്ട് ഉണ്ട്, അങ്ങോട്ടേക്കാണ്. നോക്കില്ല, നമ്മള് നേരെ പോവാ. പിന്നെ അതൊക്കെ അത്രേ ഉള്ളൂ. 1 ഡേ ട്രിപ്പ് വേണ്ടേ ഗൈസ്? നമ്മള് ഒരു ദിവസം കൊണ്ട് പോകാൻ പറ്റുന്ന എവിടെയൊക്കെ സ്ഥലമുണ്ടോ അവിടെ എല്ലാം നമ്മള് പോകും കേട്ടാ. ഇടിക്കല്ലേ. സൗണ്ട് പോണേ. ആരാ? എന്റെ ആണോ? ഓ കല്ലി ഗൈസ്. അയ്യോ ചെറിയ പാലാലോ മൊത്തം ഗൈസ്. ഒരു ഡാമേജ് കിടക്കുന്ന ലോറി ഉണ്ടോ പിള്ളേരെ? അയ്യോ ആ വണ്ടിന് മാറ്റണം എങ്ങനെയാ? അല്ലല്ല അതവിടെ കിടക്കട്ടെ, ആവശ്യമില്ല നമുക്ക്. ഓ എന്റെ അളിയാ. ഓ വണ്ടിയുടെ കോല് നോക്കി ലോറിയുടെ. നീ എങ്ങനെയും കയറ്റിയെടുക്കാൻ നോക്ക്. വണ്ടി പോലെ അളിയാ മറിയല്ലേ? ഇല്ല. ഓ സൈഡില് കൊക്കല്ലേ. പിന്നെ അതല്ല ഞാൻ പറഞ്ഞ മറിയല്ലെന്ന്. വണ്ടി ഇച്ചിരി വിഷയം ഞാൻ വലിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അല്ലല്ല അതവിടെ കിടക്കട്ടെ, നമ്മൾ എടുത്തോളടാ. ഇതൊക്കെ എന്ത്? ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് കണക്കാക്കാനേ പറ്റത്തില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് ചാടി പോയാനെ, അത് വിട്. ആ നീ വീഴുമായിരുന്നു, പക്ഷെ ഞാനെങ്ങനെ വിടത്തില്ല. എത്തി. ഇവിടെ നിന്നല്ല, നമുക്ക് കറങ്ങി പോവാ. ഇവിടെ നിന്ന് ഇറങ്ങണ്ട. പിന്നെ ഇവിടെ ഇറക്കാൻ പിള്ളേര് എത്തും. ഓ ലൂകൈ ഒരു കിടില ഒട്ട് കേട്ടാ ഗൈസ്. നമ്മൾ ഇതാ കാണുന്ന റിസോർട്ടിലായിട്ടാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. കണ്ടല്ലോ അല്ലേ? എന്റെ വണ്ടി എന്തിനു കുലിക്കാൻ നോക്കി. എന്ത് പുകയടാ അത്? പറക്കുന്നളികയാ? ഓ എന്റേലും ഉണ്ട് കേട്ടാ. ഓക്കെ നീ അങ്ങ് എത്തിയാ? ചവിട്ടി വിടുവാണ് ഗൈസ് ഞാൻ. ഇവ എന്ത് പോക്കടേ പോണേ? ഇല്ല ഇവിടെ ഉണ്ടല്ലോ. ആ ഉണ്ടല്ലേ. ചാടിപ്പോയാനെ. ഓ വേര് കിടക്കുന്നു. ഈ വേരാണ് എപ്പോഴും പണി പറഞ്ഞേ. എന്റെ വണ്ടിയുടെ ഫ്രണ്ട് എപ്പോഴും ഇടിക്കുന്നത് കേട്ടാ. ഫ്രണ്ട് ആ കോലത്തിലുണ്ടോ? എന്റെ വണ്ടിക്ക് ഫ്രണ്ട് വലിയ കുഴപ്പമില്ല. ഇച്ചിരി അടിയിലെ ഏറ്റവും അടിയിലൊക്കെ സ്പ്ലിറ്റർ ഇച്ചിരി പോയി. എന്റെ വണ്ടിക്ക് ആ സീനൊന്നുമില്ല. ഇവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങണം കേട്ടാ. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പെട്ടെന്ന് പോകാനുള്ളതാ. നമുക്കൊരു ദ്വീപുണ്ട്, അങ്ങോട്ട് പോവാം. നമുക്ക് വണ്ടി അത് പോകുന്ന അറിയത്തില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നോക്കാം. ഇവിടെ നമുക്ക് പെട്ടെന്ന് കേറിയിട്ട് പെട്ടെന്ന് ഇറങ്ങിയിട്ട് പെട്ടെന്ന് കയറണം കേട്ടാ. എന്ത് പറഞ്ഞാലും നമ്മൾ ആ വഴിയാണ് ആ കാണുന്ന റോഡ്. എന്റെ അളിയ നോക്കി ആ കാണുന്ന റോഡ്. പോട്ടെ. എടാ ഇന്റീരിയർ ഭയങ്കര ഷോക്ക് കേട്ടാ. ഇന്റീരിയറിലൊന്നും കാണാൻ പറ്റില്ല. ഗ്ലാസ് ഫുള്ള് കളി. ഗ്ലാസ് ഒക്കെ ഇവന്മാർക്കൊന്നും നന്നായി കൂടെ. എത്ര രൂപ കൊടുത്ത് നമ്മൾ റീസ്റ്റോർ ചെയ്തേ? എടാ ഇതുവഴി ഇറക്കടാ. നീ എവിടെയാ പോണേ? പിന്നെ വന്നാണ് നീ. അതൊന്നും പറഞ്ഞില്ല. ഞാൻ പോണോ? ഫ്രണ്ടിൽ നിന്ന് ഞാൻ പോണോ? പ്രശ്നമില്ല. പേടിയാണെ ഞാൻ പറഞ്ഞാൽ മതി. പേടിയാണെ പറയണം കേട്ടാ. മടിച്ചൊന്നും നിക്കില്ലേ. വണ്ടി ഇപ്പൊ ഒരു കുലുക്കം കേട്ടാ. ഇവിടെ ഇറങ്ങുമ്പോ ഒരു രക്ഷയില്ലാത്ത. പിന്നെന്താ ആ വളവൊക്കെ ഞാൻ വളച്ചിട്ടുള്ളതാ പണ്ട്. ടിപ്പർ പറഞ്ഞു കിടക്കുന്നു. എവിടെ ടിപ്പറാണോ? പടാ. ഒയ്യോ ഗൈസ് ഒരു കിടില ഒട്ട്. വണ്ടി വളയോന്ന് അറിയത്തില്ല കേട്ടോ. ഇവൻ പറഞ്ഞാലും കാര്യമുണ്ട്. ഇനി ഇത് തിരിച്ചു കയറുമെന്ന് അറിയത്തില്ല. ഇത്രയും നമ്മളെ വണ്ടി ഓടിയത്തുള്ളൂ കേട്ടാ. ഒടിഞ്ഞു വന്നാ മതിയായിരുന്നു. ഓ ഒടിഞ്ഞു അളിയ പെട്രോള് കുറവാണോ?
Guys, പകുതി. ഒറ്റ അടിക്ക് ഒടിഞ്ഞു വരത്തില്ല, നമുക്ക് പതിയെ പതിയെ ഒടിക്കാം കേട്ടോ. ആ വന്നാട്ടെ. ഓ എന്റെ അളിയ, ഒരു സൈഡ് ടയറൊക്കെ ഏറില്ല ചേട്ടാ. എൻ്റെ പിള്ളേരെ കൊണ്ടാണ് പോണത്. ലൈഫ് ടൈം എക്സ്പീരിയൻസ് ഗൈസ് പിള്ളേർക്ക്. സത്യം, ഇതുപോലെ എക്സ്പീരിയൻസ് വേറെ ഏത് ഇനി അങ്ങോട്ട് ഇറക്കണ്ട, ഇനി അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ കുഴിയിൽ വരും. സേഫ് ആയിട്ട് പോയിരുന്നു. പോട്ടെ. പോട്ടെ. കടലിലൊക്കെ ഒന്ന് ഇറക്കി ചുറ്റിയിട്ട് കൊണ്ടുപോകാല്ലേ? വേണ്ട, ഇവിടെ നമുക്ക് പെട്ടെന്ന് പോണം, അടുത്ത സ്പോട്ടിൽ പോകാൻ. ബീച്ചൊക്കെ എന്റെ അടുത്തുള്ള ചെറിയ പോയാൽ കാണാന്നുള്ളൂ. ഈ സ്ഥലത്തിന്റെ പേരാണ് മാടമ്പള്ളി. ഏത് പജേറോ ആണ്? എന്ത് സാധനം അത്? പജേറോ കേട്ടിക്കോ. അടുത്ത ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ ഇത്. ഇവിടെ പാർക്ക് ചെയ്യാം. അല്ലല്ല, എന്റെ അകത്തോട്ട് പോവല്ല വണ്ടി. നമ്മളന്ന് കയറ്റിയതായിരുന്നല്ല. അതിന്റെ അകത്ത് കയറൂടാ, അതിന്റെ അകത്ത് കയറും വണ്ടി. അതിന്റെ അകത്ത് കയറും. നോക്കി കയറ്റണമെന്നേ ഉള്ളൂ. ഇച്ചിരി റിസ്ക് ആണ്, പക്ഷെ നമ്മള് കയറ്റും കേട്ടോ. അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ അല്ല, പോട്ടെ, ഇനിയും പോവും. ഇതുവഴി ഇറക്കി പോകണോ? ഇതുവഴി ഇറക്കാൻ പറ്റൂടാ. നമുക്ക് കടലിലിറക്കണം വണ്ടി. ഒറ്റ കറക്കം കടലിൽ ഇറക്കിയിട്ട് തിരിച്ചു കയറണം. സമയമില്ല, നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകാനുള്ളതാ. ഇവിടെ നമ്മളെ ടെന്നീസ് കോർട്ടൊന്ന് മറ്റേ ബാഡ്മിന്റൺ കളിക്കുന്ന സ്ഥലം കേട്ടോ. അങ്ങനെ ഇറക്കില്ല, വണ്ടി മറിഞ്ഞ പാടാട്ടോ. നമ്മളെ വണ്ടി അവിടെ ഇറക്കണോ? റിസ്ക് ആണ്. നമ്മളെ വണ്ടി ഇവിടെ ഇറക്കിയാൽ മതി കേട്ടോ. അവന്റെ വണ്ടി ഇച്ചിരി സസ്പെൻഷൻ ഉള്ളതുകൊണ്ട് അത് അവിടെ ഇറങ്ങി. അല്ല, ഞാൻ ഇതുവഴി ഇറക്കി നോക്കട്ടെ, ചിലപ്പോ ഇറക്കാൻ പറ്റിയാലോ. അല്ലെ മാറിക്കേ. നമ്മളെ വണ്ടി ഇറക്കിയ അവനെ നാളെ ഒന്ന് എടുത്തോളാം. കിടക്കട്ടെ. ഇവിടെ തിരിഞ്ഞാലാ ഗൈസ്? ഇവിടെ അധികം നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് ഈ സ്ഥലം കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നയാ. വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് കൊടുക്കാം. പിള്ളേർ വെള്ളത്തിൽ മൂത്രം ഒഴിക്കട്ടെ. വണ്ടി എന്തായാലും ഞാൻ വെള്ളത്തിൽ ഇറക്കിയിരുന്നു. ഓക്കെ, സെറ്റ്. ഇതിലാകുമ്പോഴത്തേക്കും പിള്ളേർ മൂത്രം ഒഴിച്ചാലും അറിയത്തില്ല. ഒഴിച്ചോ കയറ്റി നിർത്തിക്കോ. ഞാനും കൂടെ എത്താം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുള്ളട്ടെ. അത്രേ വണ്ടി താന്നു കൂട്ടോ. ബീച്ചിൽ ഒത്തിരി പേരെ എത്താവാ. അത് ശരിയാ ഗൈസ്. മതി, മൂത്രം ഒഴിച്ചാൽ മതി കേട്ടാ. ഞങ്ങൾക്ക് ഇവിടെ നിർത്താം. എടാ ഞാൻ കെട്ടി വലിക്കൂ സുഹൃത്തെ. വലിക്ക്. അത്രേ ഉള്ളൂ. എടാ എനിക്ക് നീ വിട്ടോ. ഇതുവഴി കയറാ. Let's go. ടെന്നീസ് കോർട്ട് അല്ല, ബാഡ്മിന്റൺ കോർട്ട് എത്തിയിട്ടുണ്ട് കേട്ടാ. ഇറങ്ങിപ്പോവാൻ ഇച്ചിരി പാടാണ്. ഇവിടുന്ന് ഇങ്ങനെ ഒളിച്ചെടുത്തോ കേട്ടോ. നമുക്കതൊന്നും വിഷയമല്ല. ഓക്കെ, എന്നാ പോരുക. എടാ എന്റെ വണ്ടി ഞാൻ ശ്രദ്ധിക്കാതെ കൊണ്ടുവന്ന് ഇടിച്ചറാ. അങ്ങനൊന്നും പറയല്ലേ, പിള്ളേർക്കൊന്നും പറ്റിയിട്ടില്ല. ബാക്കിലൂടെ തിരിഞ്ഞു നോക്കി. ഫുള്ള് ഒടിഞ്ഞിട്ടുണ്ട്. ഇനി കേറി പൊക്കണം മരേക്ക്. ഓക്കെ, അത്രേ ഉള്ളൂ. എടാ ഒന്ന് ചവിട്ടിക്കേ.
പിള്ളേരെ നമ്മളിനി അടുത്തൊരു റിസോർട്ടിലോട്ടാണ് കേട്ടാ പോകുന്നത് അല്ലടാ. അതെ അതെ ഇന്നത്തെ സ്റ്റേ അവിടെ. ഇതുപോലെ ഇന്നത്തെ സ്റ്റേ അവിടെ, ബാക്കി നാളെ. എടാ ഇതൊരു മുതുക്ക് തേരിയാട്ടാ, ഇനി അടുത്തൊരു തേരിയുള്ള മുതുക്ക് തേരിയാട്ടാ. പ്രശ്നാവും മുതുക്ക് തേരി. എടാ പയ്യപ്പോ ആ പോട്ടെ. ഈ തേരി വളഞ്ഞു കയറുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടാ. അവന്റെ കിടില ഹോണൊക്കെ ഇടേ. വണ്ടി ഓണില്ലേ? എന്റെ വണ്ടി ഓണില്ലടാ, എന്റെ വണ്ടി കേക്കില്ല ഹോണ്. പിന്നെ ഐസ് ഈ തേരിയാണ് പ്രശ്നമുള്ള തേരിയാട്ടാ. ഇത് ഡിസ്റ്റൻസ് പിന്നെ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കല്ലേട്ടാ. നിർത്തി കഴിഞ്ഞാ പിന്നെ കേറത്തില്ല. വണ്ടി നിന്ന് കഴിഞ്ഞാ പാടാ. ഒടിച്ചങ്ങ് കറക്കിയെടുത്തോ. പിന്നല്ല. ഓ ലെറ്റ്സ് ഗോ ഗൈസ്. അവന്റെ കേറ് നോക്കിയേ. ഇല്ല കണ്ണു വെക്കല്ലേ മൂഞ്ചി. ഞാൻ ഓടിച്ചെടുക്കാൻ പോവാണേ ഗൈസ്. ഇനി ഓടിക്കാനൊന്നുമില്ല, നമ്മളെ വണ്ടി ഒടിഞ്ഞ് കേറുന്നു. എടാ എന്റെ ചെറുതായിട്ട് ഇടിച്ചാട്ടാ ഗൈസ്. ഇല്ല ഇടിച്ചില്ല. ഇല്ല എന്റെ കേറ് പേടിക്കണ്ട. വലിച്ചെടുക്കാൻ വേണം. ഇല്ല വേണ്ട. ഞാൻ കേറിടാ. ഞാൻ കേറി. സപ്പോർട്ട് വേണ്ട കേറി. വിട്ടോ. പിള്ളേർക്കൊക്കെ പോയേട്ടാ. ഓ മറിയല്ലേ. റൈറ്റ് ആണേ അവിടുന്ന്. ഹോണൊക്കെ അടിക്കുന്ന നേരത്ത് കൊതിയാവുന്നു. നമ്മളതില് ഹോൺ കുഴപ്പമൊന്നുമില്ല. ഫോണുണ്ട്, എയർഫോണുണ്ട് മറ്റേ സീറ്റിന്റെ അടിയിൽ എവിടെ കണ്ട്. അതൊന്നും പറ്റി അവിടെ തട്ടി നിൽക്കുവാണ് അവിടെ വണ്ടി. കേരളത്തില് ചെയിനിന്റെ ആവശ്യമൊന്നുമില്ല. നോർമൽ ടയർ തന്നെ ധാരാളം നമുക്ക് കേറാൻ. നമ്മള് കണ്ടു വണ്ടിയുടെ ബമ്പർ ഇരിക്കണ നോക്കിയപ്പം. പോട്ടെ നമ്മൾ ഏതാണ്ട് എത്താറായി. എടാ എന്റെ വണ്ടിയുടെ ഫ്രണ്ട് ചെറുതായിട്ട് ഇടിച്ച് പൊളന്നെന്ന് തോന്നുന്നു കേട്ടാ. എടാ അവിടെ നിന്ന് ബംഗ്ലാവിലോട്ട് താഴോട്ട് ഇറങ്ങാനുള്ള സ്ഥലം ഉണ്ട് കേട്ടോ ഗൈസ് ഇന്നത്തെ സ്റ്റേക്ക്. എടാ ഞാൻ നോക്കാം. അവിടെ നിന്ന് എവിടെ നിന്നാട്ടോ താഴോട്ട് ഇറങ്ങണ്ടേ? നോക്കിപ്പോയെ. അതിന്റെ ടോപ്പിലൊക്കെ പോകാൻ പറ്റിയേ ഉള്ളായിരുന്നല്ലേ. നമുക്ക് വേറെ ദിവസം വേറെ വണ്ടി എടുത്തിട്ട് കയറാം. പിള്ളേരെല്ലാം മാറ്റി നമുക്ക് മറ്റേ നോർമൽ വണ്ടിയിൽ പോയി നോക്കാം. അത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ബസ് കൊണ്ടുവരാം ഒരു ദിവസം. സത്യം പോകുന്ന നോക്കി നല്ല രസമല്ലേ കാണേ. രണ്ടും കൂടെ നോക്കി പോടാ. ഇവിടെ നിന്നാട്ടാ നമ്മള് റിസോർട്ടിലോട്ട് ഇറങ്ങണ വഴി. റിസോർട്ടിലോട്ട് ഇറങ്ങേണ്ട വഴി ഇവിടെ എവിടെയാണ് കേട്ടാ. എടാ ഇതുവഴിയാടാ. ഇവിടെ ഒരു മുതുക്ക് ഇറക്കം കണ്ടാ നീ. ഇവിടുന്ന് റൈറ്റ്. ഈ ഇറക്കം കണ്ട ഈ ഇറക്കം. അയ്യോ ഇതൊരു മുതുക്കിറക്കം കേട്ടാ. എടാ നോക്കിയെടുക്കാൻ വണ്ടി വളഞ്ഞു കയറുമെന്ന് അറിയത്തില്ല. ഒറ്റയടിയിൽ നിന്ന് വരത്തില്ല അത്. ഇല്ല ഞാൻ ഒറ്റ അടിക്ക് വളയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാനിത് കണ്ടില്ല. ഒറ്റ അടിക്ക് എനിക്ക് വളയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടുന്ന് തിരിച്ച് കയറണം. എങ്ങനെയാ ക്ലച്ച് എടുത്ത്? അതൊക്കെ കേറും. നമ്മളെ വണ്ടി ആടാ വരത്തില്ല. ഒന്ന് ബാക്ക് എടുക്കേണ്ടി വരും കേട്ടാ. ഇവിടെ മറ്റേ വ്യൂ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ പിള്ളേർക്ക്. അവിടെ അടിപൊളി വ്യൂ എന്നാ തോന്നേ. ലെറ്റ്സ് ഗോ. ഒടിഞ്ഞ് വണ്ടി ഒടിഞ്ഞ് കിടിലായിട്ട് ഒടിഞ്ഞ് കയറി. കിടില സ്ഥലമില്ലേ ഇത്. നൈസ് സ്ഥലം. ഓ എവിടെ പോകുന്നു? ചവിട്ടിയിട്ടൊന്നും കിട്ടില്ലട്ടാ. തിരിച്ച് പാർക്ക് ചെയ്താ
വണ്ടി പാർക്ക് ഗൈസ്. ഇന്നത്തെ സ്റ്റേ ഇവിടെ ആട്ടോ. മുളം കാടുകളിൽ ഇവിടെ ഇട്ടാല ഒതുക്കിയിട്ടാല. ലെറ്റ്സ് ഗോ. അത്രേ ഉള്ളൂ ഗൈസ്. വണ്ടി ഓഫ് ചെയ്തോ. പിള്ളേരെല്ലാം ഇറങ്ങിക്കോ. അപ്പൊ ഇന്നിവിടെയാണ് നമ്മളെ താമസം. ഈ ചെറിയ റൂമിൽ ഇത്രയും പിള്ളേരാ, ചെറിയ വീട്ടില്. 4 റൂമുണ്ട്. ഫ്രണ്ടിൽ അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ നോക്കി കടല് മൊത്തം കാണാട്ടോ ഗൈസ്. അപ്പൊ ഇന്ന് നമ്മള് പിള്ളേരെ സ്റ്റേ ചെയ്യിക്കാൻ പോകുന്ന ഇവിടെ കേട്ടോ. അപ്പൊ നമ്മളെ വണ്ടി കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോ ഇനി അടുത്ത പറഞ്ഞ ദിവസം നമ്മൾ ഇവിടെ നിന്നായിരിക്കും ട്രിപ്പ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ പിന്നൊരു ദിവസം പറഞ്ഞിരിക്കും. അപ്പോൾ ക്യൂട്ടി വണ്ടി ഓഫ് ചെയ്തല്ലേടാ? ചെയ്തല്ലോ. ചെയ്ത് ലൈറ്റ് ഇട്ട് കളിക്കുക അവൻ ഗൈസ്. അപ്പോൾ നമ്മൾ വേറൊരു ദിവസം വേറൊരു ട്രിപ്പ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ക്യൂട്ടിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമന്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.